നമസ്കാരം. ഇനി സഭയിൽ റൂളിംഗ് മലയാളത്തിലാണോ അതോ തിരുവഞ്ചൂർ ഭാഷയിലാണോ? അടുത്ത 5 വർഷത്തേക്ക് ട്രോളന്മാർക്ക് കഞ്ഞി കുടിക്കാനുള്ള വകയായി. സഭയിലെ പ്രസ്താവനകൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ദയവായി അപ്പോൾ തന്നെ ചോദിക്കണം. കോൺഗ്രസിലെ മുതിർന്ന നേതാവും കോട്ടയം MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി തെരഞ്ഞെടുത്തപ്പോൾ സൈബറിടങ്ങളിലെ പരിഹാസങ്ങളായിരുന്നു ഇതൊക്കെ. അദ്ദേഹത്തിന് സംഭവിച്ച നാക്കുപിഴവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. എന്നാൽ സഭാ സമ്മേളനം തുടങ്ങിയതിനു ശേഷം വെറും ഒരു പരിഹാസപാത്രമാകുന്ന തിരുവഞ്ചൂരിനെ അല്ല മലയാളികൾ കണ്ടത്. അദ്ദേഹത്തെ പരിഹസിച്ചവർ തന്നെ ഇന്ന് അദ്ദേഹം പവർഫുൾ എന്ന് തിരുത്തി പറയുകയാണ്. VD സതീശൻ സർക്കാരിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തുഫാനുമായി കത്തുകയറുമ്പോൾ അതേപോലെ ഒരു പവർഫുൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വ്യക്തിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മാറുകയാണ്. സഭാ നിയമങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടി ഭരണപക്ഷ പ്രതിപക്ഷ വേർതിരിവില്ലാതെ ശക്തമായ നിലപാട് സ്വീകരിച്ച് കൈയടി നേടുകയാണ് തിരുവഞ്ചൂർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരേയൊരു തവണ മാത്രമാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു തിരുവഞ്ചൂരിന്റെ തോൽവി. CPM-ന്റെ കരുത്തനായ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന TK രാമകൃഷ്ണനോടായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പരാജയം. എന്നാൽ ഈ ഒരു തോൽവിക്ക് ശേഷം പിന്നീട് മത്സരിച്ച ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. പിന്നീട് അങ്ങോട്ട് തോൽവി അറിയാത്ത നേതാവായി അദ്ദേഹം മാറി. 1991 മുതൽ 2006 വരെ അടൂർ മണ്ഡലത്തിൽ നിന്നും 2011 മുതൽ 2026 വരെ കോട്ടയം മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 8 തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചൂപ്പൻ കോട്ടയായിരുന്ന കോട്ടയത്തെ UDF-ന്റെ ഉറച്ച മണ്ഡലമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. 1991 അടൂരിൽ നിന്ന് 5767 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. 1996 അടൂരിൽ നിന്ന് തന്നെ 9201 വോട്ടുകളുടെ വിജയം. 2001 അടൂരിൽ നിന്ന് 15340 വോട്ടുകളുടെ വിജയം. 2006 അത് 18468 2011 അദ്ദേഹം കോട്ടയത്ത് നിന്നാണ് മത്സരിച്ചത്. അന്ന് 711 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയം. തുടർന്ന് 2016 കോട്ടയത്ത് നിന്ന് മത്സരിച്ചപ്പോൾ 33,632 വോട്ടുകൾക്ക് വിജയിച്ചു. 2021 കോട്ടയത്ത് നിന്ന് 18,743 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കോട്ടയത്ത് ഇത്തവണയും തിരുവഞ്ചൂരിന്റെ വിജയക്കുതിപ്പിന് തടയിടാൻ CPM-ന് സാധിച്ചില്ല. 35,986 വോട്ടുകൾക്കാണ് തിരുവഞ്ചൂരിന്റെ വിജയം. CPM-ന്റെ സ്ഥാനാർത്ഥി K അനിൽകുമാറിന് തിരുവഞ്ചൂർ എന്ന അധ്യായനെ മറികടക്കാനുള്ള രാഷ്ട്രീയ ആയുധങ്ങൾ കുറവായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവമാണ് കോട്ടയത്ത് UDF-ന്റെ കരുത്ത്. തിരുവഞ്ചൂർ എന്ന ജനകീയ നേതാവിന്റെ കരുത്തിലാണ് കോട്ടയം മണ്ഡലം UDF-നൊപ്പം നിൽക്കുന്നത്. തിരുവഞ്ചൂരിന്റെ ക്ലീൻ ഇമേജ് നഗര വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയും ഗുണമായി മാറി. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ നേതാവ് കൂടിയാണ് തിരുവഞ്ചൂർ. അദ്ദേഹത്തിൻ്റെ നാക്കുപിഴകൾ ട്രോളന്മാർക്ക് എന്നും ആയുധമായിരുന്നു. അദ്ദേഹം സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ച ചടങ്ങിലായിരുന്നു ഏറ്റവും വലിയ നാക്കുപിഴകൾ ഉണ്ടായത്. നസ്രിയ നസീമിന് മികച്ച നടിക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പേര് വിളിച്ചത് നാൻസിയ നസീം എന്നായിരുന്നു. മികച്ച കഥാകൃത്തിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ജോയി മാത്യുവിന് പകരം ജോസഫ് മാത്യു എന്ന് മാറി വിളിച്ചു. ഈ സംഭവം വർഷങ്ങളോളം ട്രോളുകളിൽ നിറഞ്ഞു നിന്നു. ഇന്നും ഇത് ട്രോളന്മാർ ട്രോളുകളായി ഉപയോഗിക്കാറുണ്ട്. ഇത് മാത്രമല്ല, നാക്കുപിഴകൾ കാരണം അദ്ദേഹം എയറിലായ സംഭവങ്ങൾ നിരവധിയാണ്. പെമ്പിളയൊരുമയിലായിരുന്നു തിരുവഞ്ചൂർ രണ്ടാമത് തട്ടി വീണത്. 2017 മൂന്നാറിലെ പെമ്പിളയൊരുമയിലാണ് തിരുവഞ്ചൂർ രണ്ടാമത് തട്ടി വീണത്. 2017 ആ സംഭവം. അന്ന് മൂന്നാറിലെ പെമ്പിളയൊരുമയ്ക്കെതിരായി MM മണി നടത്തിയ പരാമർശങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നതായിരുന്നു തിരുവഞ്ചൂർ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിലെ ആവശ്യം. എഴുതി തയ്യാറാക്കിയ അടിയന്തര പ്രമേയ നോട്ടീസ് വായിക്കുമ്പോഴായിരുന്നു തിരുവഞ്ചൂരിന് അന്ന് നാക്കുപിഴ ഉണ്ടായത്. പെൺകൾ, പെൺമഡ്രൈ, പെൺപേർ, പെമ്പിളെ എരുമ എന്നിങ്ങനെയായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. പെമ്പിളെ ഒരുമ എന്ന് അദ്ദേഹം പറയാൻ പാടുപെട്ടു. ഇത് സഹ MLA-മാരിലടക്കം അന്ന് ചിരി പടർത്തി. പിന്നീട് 2020 പൂവൻ തുരുത്തിൽ മേൽപ്പാല നിർമ്മാണം വൈകുന്നതിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ സമരം നടത്തിയപ്പോൾ പ്രസംഗത്തിനിടെ അദ്ദേഹം നടത്തിയ മറ്റൊരു വാക്കും വലിയ ചർച്ചയായിരുന്നു. വികസനം തടയുന്നത് ഭാരം കൂടുതലുള്ള വനിതയായിരുന്നു എന്നാണ് തിരുവഞ്ചൂർ അന്ന് പ്രസ്താവന നടത്തിയത്. മറ്റൊന്ന്, ഒരു പൊതുവേദിയിൽ വെച്ച് നടൻ മോഹൻലാലിനെ പ്രശംസിച്ച് സംസാരിക്കുന്നതിനിടയിലായിരുന്നു തിരുവഞ്ചൂരിന് അബദ്ധം പറ്റിയത്. കേരളത്തിൻ്റെ കണ്ണിലുണ്ണിയാണ് മോഹൻലാൽ എന്ന് പറയുന്നതിന് പകരം മോഹൻലാൽ നമ്മുടെയൊക്കെ കണ്ണുണ്ണിയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതും ട്രോളന്മാർ ആഘോഷമാക്കി. കോവിഡ് കാലത്ത് സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതിനിടയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയും ട്രോളായി. കേരളത്തിൽ കോവിഡ് ഭേദമായി വന്നവർക്കൊക്കെ കൊടുത്തത് പാരസെറ്റമോൾ ആണെന്നാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. പാരസെറ്റമോളാണോ അതിന് മറുമരുന്ന്? മരുന്നില്ലെങ്കിൽ മരുന്നില്ലെന്ന് സമ്മതിച്ചാൽ പോരെ എന്നായിരുന്നു തിരുവഞ്ചൂരിൻ്റെ പരാമർശം. താപനില കൂടിയാൽ മറ്റെന്ത് മരുന്നാണ് കൊടുക്കുക എന്ന് അവതാരകൻ തിരുവഞ്ചൂരിനോടൊന്ന് ചോദിച്ചപ്പോൾ അത് പനിക്കുള്ളതാണെന്നായിരുന്നു തിരുവഞ്ചൂരിൻ്റെ മറുപടി. മറ്റൊന്ന്, ചാനൽ ചർച്ചയ്ക്കിടയിലെ പരാമർശമായിരുന്നു. മുൻ സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ മുൻ വർഷങ്ങളിലെ പ്രളയക്കെടുതിയെക്കുറിച്ച് പരാമർശിക്കവേ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഓഗസ്റ്റിലും പ്രളയം വരും, അപ്പോഴും അതുതന്നെയാകും അവസ്ഥ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ ട്രോളിന് കാരണമായി.
ട്രോളന്മാർ തന്നെ വിടാതെ പിന്തുടരുമെങ്കിലും എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുന്ന വ്യക്തിയാണ് തിരുവഞ്ചൂർ. തന്നെ സ്പീക്കറായി തെരഞ്ഞെടുത്ത സമയത്ത് സമൂഹമാധ്യമങ്ങളിലെ ട്രോളുകളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പൊന്നുമോളെ, ഒരു നാക്കിൻ്റെ പിഴവില്ലാത്ത ഒരാളിനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുചോദ്യം. മാധ്യമപ്രവർത്തകരിലോ ജുഡീഷ്യറിയിലോ രാഷ്ട്രീയത്തിലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നും താനും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും തന്നെയും അതിൻ്റെ കൂടെ ചേർത്താൽ മതിയെന്നും അദ്ദേഹം മറുപടി നൽകി. പൊന്നുമോളെ എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗവും കൃത്യമായി നൽകിയ ഈ മറുപടിയും സോഷ്യൽ മീഡിയ അഭിനന്ദിച്ചു. 140 അംഗ നിയമസഭയിൽ 101 വോട്ടുകൾ നേടിയാണ് സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. LDF നിന്നുള്ള AC മൊയ്തീന് 35 വോട്ടും NDAയിൽ നിന്നുള്ള ചാത്തന്നൂർ MLA BB ഗോപകുമാറിന് 3 വോട്ടുമാണ് ലഭിച്ചത്. സ്പീക്കറായതോടെ തിരുവഞ്ചൂരിൻ്റെ മറ്റൊരു മുഖം കൂടിയാണ് കേരളം കണ്ടത്. അതുവരെ ട്രോളന്മാർക്ക് കളിയാക്കാനുള്ള ഒരു പരിഹാസ കഥാപാത്രമായിരുന്നു തിരുവഞ്ചൂരെങ്കിൽ പിന്നീട് കർക്കശക്കാരനായ, ഭരണപക്ഷത്തിനോട് പോലും പ്രത്യേക താല്പര്യം കാണിക്കാത്ത, ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്പീക്കറെ കൂടിയാണ് ഏവരും കണ്ടത്. തൻ്റെ ജനകീയ മുഖവും നർമ്മബോധവും കണിശതയും ചേർത്ത് വെച്ച നിലപാടിലൂടെ കേരളം കണ്ട ഏറ്റവും മികച്ച സ്പീക്കറായി തിരുവഞ്ചൂർ മാറുന്നുവെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റുണ്ടാവില്ല. നിയമസഭയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ നിയന്ത്രിക്കുന്നത് സഭയുടെ സുരക്ഷ കൈകാര്യം ചെയ്യുന്ന വാച്ച് ആൻഡ് വാർഡ് വിഭാഗമാണ്. നിയമസഭാ വളപ്പിൻ്റെ സുരക്ഷാ ചുമതലയുള്ള പ്രത്യേക വിഭാഗമാണ് ഇവർ. സ്പീക്കറുടെയും നിയമസഭാ സെക്രട്ടറിയുടെയും നിയന്ത്രണത്തിലാണ് ഈ സംഘം. സഭാ നടപടികൾ തടസ്സപ്പെടുന്നതോ സഭയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതോ ആയ സാഹചര്യങ്ങളിൽ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾക്ക് ഇടപെടാൻ അധികാരമുണ്ട്. പലപ്പോഴും പ്രതിപക്ഷ ബഹളങ്ങൾ ഉണ്ടാകുമ്പോൾ സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കുന്നതും പതിവാണ്. ഇവർ തടയുമ്പോഴാണ് പലപ്പോഴും പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറുക. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവഞ്ചൂർ സഭയിൽ നടത്തിയ ഇടപെടലുകൾ. നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലും അസാധാരണമായ സംയമനം പാലിക്കുകയായിരുന്നു അദ്ദേഹം. സഭയിൽ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചും ശക്തമായ പ്രതിഷേധമുയർത്തിയെങ്കിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കില്ലെന്ന് സ്പീക്കർ കടുത്ത നിലപാടെടുത്തു. മാത്രമല്ല, പ്രതിപക്ഷ അംഗങ്ങളോട് സഭയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സ്പീക്കർ സംസാരിച്ചത്. ഇനി എത്ര വലിയ പ്രതിഷേധമുണ്ടായാലും ശരി, ഞാൻ വാച്ച് ആൻഡ് വാർഡിനെ സഭയ്ക്കുള്ളിലേക്ക് വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്, ജനങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം നേടി ജയിച്ചു വന്നവരാണ്. അതുകൊണ്ട് ദയവായി സഭാ നടപടികളോട് സഹകരിക്കണം. ഇങ്ങനെയായിരുന്നു തിരുവഞ്ചൂരിൻ്റെ വാക്കുകൾ. വാസ്തവത്തിൽ ഈ ഘട്ടത്തിൽ ഇളിഭരായി പോവുകയായിരുന്നു പ്രതിപക്ഷം. വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ബലമായി പുറത്താക്കുന്ന മുൻകാല ശൈലികൾക്ക് മുതിരാതെ ജനാധിപത്യപരമായ മര്യാദകൾ ഉയർത്തിപ്പിടിച്ച സ്പീക്കറുടെ ഈ നിലപാട് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സഭയിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. തുടർന്ന് പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തിനിടയിലും അടുത്ത സഭാ നടപടികളിലേക്ക് സ്പീക്കർ കടക്കുകയായിരുന്നു. സ്പീക്കർ എന്ന നിലയിൽ തിരുവഞ്ചൂരിൻ്റെ കർക്കശ നിലപാട് വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവമായിരുന്നു അദ്ദേഹം MLA-മാർക്ക് നൽകിയ മുന്നറിയിപ്പ്. നിയമസഭയ്ക്കുള്ളിൽ ചർച്ച നടക്കവേ സഭയ്ക്കകത്ത് ഇറങ്ങി നടക്കുന്ന MLA-മാർക്ക് ശക്തമായ മുന്നറിയിപ്പായിരുന്നു തിരുവഞ്ചൂർ നൽകിയത്. ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടി പോകരുതെന്ന് സ്പീക്കർ സാമാജികർക്ക് മുന്നറിയിപ്പ് നൽകി. പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞതാണെന്നും ഇനി പറയാൻ ഇടവരുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഉമാ തോമസ് പ്രസംഗിക്കവേ പ്രസംഗം നിർത്തിവെപ്പിച്ച ശേഷമായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത്. ഉമാ തോമസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ MLA-മാർ സഭയ്ക്കകത്ത് ഇറങ്ങി നടന്നപ്പോഴാണ് സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയത്. സഭ ഗൗരവമായി മുന്നോട്ട് പോകുമ്പോൾ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകുന്നത് ദയവായി ഒഴിവാക്കണം. പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇനി പറയാൻ ഇടയാക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വാസ്തവത്തിൽ ഇത് കേട്ട MLA-മാരും ഞെട്ടി. നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ അദ്ദേഹത്തിൻ്റെ തീരുമാനവും ചരിത്രപരമായിരുന്നു. നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ നടത്തിയ അഭ്യർത്ഥനയെ തുടർന്നായിരുന്നു തിരുവഞ്ചൂരിൻ്റെ ഈ പ്രഖ്യാപനം. സ്പീക്കറുടെ അഭാവത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കാറുണ്ടെങ്കിലും ബജറ്റ് ചർച്ചയുടെ തുടക്കത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് സഭയിൽ പ്രസംഗിക്കാൻ സാധാരണ അവസരം ലഭിക്കാറുള്ളത്. തിങ്കളാഴ്ച തന്റെ ബജറ്റ് പ്രസംഗത്തിന് പിന്നാലെയാണ് മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങൾ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷൻ പോലുള്ള നോട്ടീസുകൾ നൽകാൻ അനുമതിയില്ലെന്ന വിവേചനം ഷാനിമോൾ ചൂണ്ടിക്കാണിച്ചത്. മറ്റ് നിയമസഭാ അംഗങ്ങളെ പോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർക്കും സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യം ന്യായമാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ സമ്മതിച്ചു. പ്രതിപക്ഷവും ഈ തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. തുടർന്ന് സഭയുടെ പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഇതിനുള്ള പ്രത്യേക അവസരമൊരുക്കുമെന്ന് സ്പീക്കർ ഉറപ്പു നൽകുകയായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുൻ റവന്യൂ മന്ത്രിയും CPI നേതാവുമായ K രാജനും തമ്മിൽ ഇന്ന് നിയമസഭയിൽ നടന്നത് വലിയ വാക്പോരാണ്. സഭയിൽ സ്പീക്കർ ഇടയ്ക്കിടെ നടത്തുന്ന കമൻറ്റുകൾ മോശം നിലപാടുണ്ടാക്കുന്നുവെന്നും ട്രോളുകൾക്ക് വഴിവെക്കുന്നുവെന്നുമായിരുന്നു K രാജൻ്റെ ആരോപണം. കഴിഞ്ഞ ദിവസം ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം വാക്കൗട്ട് പ്രഖ്യാപിച്ചപ്പോൾ K രാജന് മറുപടിയായി തിരുവഞ്ചൂർ ആയിക്കോട്ടെ എന്ന് മറുപടി നൽകിയിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ട്രോളുകളായി.
ഇന്ന് മത്സ്യത്തൊഴിലാളി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കവേ കെ രാജൻ ഈ വിഷയം വീണ്ടും സഭയിൽ ഉന്നയിച്ചു. അങ്ങ് ഇടയിൽ കയറി പറയുന്ന കമന്റുകൾ ട്രോളുകളായി മാറുന്നു എന്നായിരുന്നു രാജൻ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ചേറിനെ ചോദ്യം ചെയ്യുന്ന പണി തന്നോട് പറ്റില്ല എന്ന് പറഞ്ഞ് ശക്തമായ ഭാഷയിലാണ് തിരുവഞ്ചൂർ മറുപടി നൽകിയത്. അങ്ങേക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വാക്കൌട്ട് പ്രസംഗത്തിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ അങ്ങേക്കറിയാം. അതിൽ നിന്ന് ദയവായി ഡീവിയേറ്റ് ചെയ്ത് പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഹാസ്യത്തിന് ഹാസ്യവും ആവശ്യഘട്ടങ്ങളിൽ ശക്തമായ ശാസനയും തന്റെ കൈവശമുണ്ടെന്ന് തെളിയിക്കുന്ന പ്രകടനം കൂടിയായിരുന്നു തിരുവഞ്ചൂരിൽ നിന്ന് ഇന്ന് സഭ കണ്ടത്. കേരള നിയമസഭയിൽ സ്പീക്കർ എന്ന നിലയിൽ കർക്കശ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചവരാണ് വക്കം പുരുഷോത്തമൻ, വർക്കല രാധാകൃഷ്ണൻ, AP കുര്യൻ, G കാർത്തികേയൻ, VM സുധീരൻ എന്നിവർ. ഇക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ തിരുവഞ്ചൂരിൻ്റെ പേരും ചർച്ചയാകുന്നത്. സ്പീക്കറായി ചുമതലയേറ്റ ശേഷം നടന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്റെ മുൻഗാമികളായ വക്കം പുരുഷോത്തമൻ്റെയും വർക്കല രാധാകൃഷ്ണൻ്റെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭ നിയന്ത്രിച്ചതും കയ്യടി നേടിയതും. കേരള നിയമസഭ കണ്ട ഏറ്റവും കണിശക്കാരായ സ്പീക്കർമാരിൽ ഒരാളാണ് വക്കം പുരുഷോത്തമൻ. സഭയിൽ പൂർണ്ണമായ അച്ചടക്കം വേണമെന്ന് അദ്ദേഹം വാശി പിടിക്കാറുണ്ടായിരുന്നു. ചട്ടങ്ങളും റൂളിങ്ങുകളും അണുവിടാതെ തെറ്റാതെ നടപ്പാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. സഭയിൽ ബഹളം വെക്കുന്ന അംഗങ്ങളെ അദ്ദേഹം ഒട്ടും വെച്ച് ഉറപ്പിച്ചിരുന്നില്ല. ഭരണപ്രതിപക്ഷ ഭേദമന്യേ തെറ്റ് ചെയ്താൽ അദ്ദേഹം കർശനമായി ശാസിക്കുകയും ചെയ്തിരുന്നു. സ്പീക്കറുടെ ഡൈസിന് മുന്നിൽ വന്ന് പ്രതിഷേധിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. CPMന്റെ മുതിർന്ന നേതാവായിരുന്ന വർക്കല രാധാകൃഷ്ണനും സഭ നിയന്ത്രിക്കുന്നതിൽ കർക്കശ സ്വഭാവം കാണിച്ച വ്യക്തിയാണ്. സഭാ നടപടികളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏത് സങ്കീർണമായ തർക്കത്തിലും ചട്ടങ്ങൾ ഉദ്ധരിച്ച് കൃത്യമായ റൂളിംഗ് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. AP കുര്യനും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച സ്പീക്കറായിരുന്നു. സഭയിൽ കടുത്ത രാഷ്ട്രീയ തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ വളരെ സംയമനത്തോടെയും എന്നാൽ ഗൗരവത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ചുരുങ്ങിയ കാലയളവിലാണ് സ്പീക്കർ പദവിയിൽ ഇരുന്നതെങ്കിലും ഏറ്റവും മികച്ച നിഷ്പക്ഷനായ സ്പീക്കർ എന്ന ഖ്യാതി നേടിയ വ്യക്തിയാണ് VM സുധീരൻ. സ്പീക്കർ കസേരയിൽ ഇരുന്നാൽ താനൊരു രാഷ്ട്രീയക്കാരനല്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഭരണപക്ഷത്തിരിക്കുന്ന സ്വന്തം പാർട്ടിക്കാരായ മന്ത്രിമാരെ പോലും ചോദ്യോത്തര വേളയിൽ കൃത്യമായ മറുപടി നൽകാത്തതിന് അദ്ദേഹം പരസ്യമായി സഭയിൽ ശാസിച്ചിട്ടുണ്ട്. K കരുണാകരനെ പലവട്ടം അദ്ദേഹം അത്തരത്തിൽ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സൗമ്യമായ പെരുമാറ്റത്തിനുടമയായിരുന്ന G കാർത്തികേയനും സഭ നിയന്ത്രിക്കുന്നതിൽ മിടുക്കനായിരുന്നു. സഭയിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും പ്രതിപക്ഷം എത്ര ശക്തമായി ബഹളം വെച്ചാലും അദ്ദേഹം ദേഷ്യപ്പെടാറില്ലായിരുന്നു. അങ്ങേയറ്റത്തെ ക്ഷമയോടെയും പുഞ്ചിരിയോടെയും അദ്ദേഹം കാര്യങ്ങളെ നേരിട്ടു. ഇക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ തിരുവഞ്ചൂരിൻ്റെ പേരും ചർച്ചയാകുന്നത്. ഒരു നാക്കുപിഴയുടെ പേരിൽ ട്രോളന്മാർക്ക് ചാകരയായിരിക്കും എന്ന് വിധി എഴുതിയവർ ഇപ്പോൾ തിരുവഞ്ചൂരിൻ്റെ സഭാ നിയന്ത്രണം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. നിയമസഭാ ചട്ടങ്ങൾ പഠിപ്പിക്കാൻ ചോദ്യങ്ങളുമായി വരുന്നവർക്ക് ഒരു റെഫറൻസ് ബുക്കിൻ്റെ സഹായമില്ലാതെ ആ സെക്കൻഡിൽ തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന തിരുവഞ്ചൂർ തന്നെയാണ് ഇപ്പോൾ നിയമസഭയിലെ താരം. ലുക്കിലല്ല വർക്കിലാണ് കാര്യമെന്ന സോഷ്യൽ മീഡിയ ഡയലോഗ് പോലെ തൻ്റെ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കാൻ തിരുവഞ്ചൂരിന് സാധിക്കുന്നു.